എല്ലാവർക്കും അഹം ബ്രഹ്മ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2025 വിഷുവർഷം ഓരോ നാളുകാർക്കും എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് അറിയാം. സമ്പൂർണ്ണ വിഷുഫലം അറിയാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ചവർക്ക് അനുകൂലമായ വർഷമാണ് വരാനിരിക്കുന്നത്. സാമ്പത്തിക സ്ഥിതി മികച്ചതാകും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. വിദേശയാത്രയ്ക്ക് യോഗം. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരും ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് അനുകൂലമായ വർഷമാണിത്. ഉപരിപഠനത്തിന് അനുകൂല സമയം. വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ വിജയം നേടും. വിദേശയാത്രയ്ക്ക് യോഗമുണ്ടാകും. മകയിരും രണ്ടാം പകുതി ഭാഗം, തിരുവാതിര, പുണർത്തം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് അനാവശ്യ ചിവലുകൾ വരും. ഇത് നിയന്ത്രിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. പുണർത്തും അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും അനുകൂല മാറ്റങ്ങളുണ്ടാകും. എന്നാൽ ചെറിയ അശ്രദ്ധ പോലും വലിയ വെല്ലുവിളികളിലേക്ക് നയിക്കും. വിദേശയാത്രയ്ക്ക് സാധ്യത. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് പുതുവർഷത്തിൽ നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തിക വളർച്ചയുണ്ടാകും. ആരോഗ്യം മികച്ചതാകും. ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും ഉണ്ടാകും. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് സാമ്പത്തിക സ്ഥിതിയിൽ വലിയ വളർച്ചയുണ്ടാകും. ഉപരിപഠനത്തിന് അനുകൂല സമയം. ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥത ഇല്ലാത്തത് വെല്ലുവിളികളിലേക്ക് നയിക്കും. ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് ഇത് ഭാഗ്യവർഷമാണ്. ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലാകും. സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാതാകും. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ 3 നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും. സാമ്പത്തിക സ്ഥിതി മികച്ചതാകും. പുതിയ ബിസിനസ് ആരംഭിക്കാൻ അനുകൂല സമയം. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് ഗുണകരമായ പല മാറ്റങ്ങളും ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. ജോലി മാറ്റത്തിന് അനുകൂല സമയം. ജോലിയിൽ പ്രൊമോഷനും ശമ്പള വർധനവും ഉണ്ടാകും. ബിസിനസ്സിൽ ലാഭമുണ്ടാകും. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് ജോലിയിൽ അനുകൂല മാറ്റങ്ങളുണ്ടാകും. കരിയറിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തിക സ്ഥിതി മികച്ചതാകും. അവിട്ടം രണ്ടാം പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും. ഇതുപോലെ തന്നെ ഇവർക്ക് സങ്കടകരമായ സമയങ്ങളും ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മികച്ചതാകും. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് മികച്ച വർഷമാണ്. പഴയ വാഹനം മാറ്റിവാങ്ങാൻ യോഗം. സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. സാമ്പത്തി നേട്ടങ്ങളുണ്ടാകും. എങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ഇവിടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ വിശ്വാസങ്ങളെയും പൊതുവായ വിവരങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.